ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ സൂഫിയാണ്. ആര്? ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് ബിൻ അഹ്മദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. അദ്ദേഹം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടം അദ്ദേഹം ഒരു മൗലിദ് രചിച്ചു. ആ മൗലിദിന്റെ പേരാണ് സുബ്ഹാന മൗലിദ്. വലിയ ഏട് വീട്ടിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി, അതിലുണ്ട് സുബ്ഹാന മൗലിദ് എന്നാണ് ആ മൗലിദിന്റെ പേര്. ആ മൗലിദ് ചുരുക്കിയിട്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ അൽ മഅബരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഹിജ്റ 821 ശവ്വാൽ മാസം 12-ന് ജനിച്ച് കൊച്ചിയിലെ കൊച്ചങ്ങാടി എന്ന് പറയുന്ന ദേശത്താണ് ജന്മമെടുക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 927-ലാണ് വഫാത്താകുന്നത്. പൊന്നാനി പള്ളിയുടേതാകുന്ന കിഴക്ക് ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ അവരുടെ ഖബർസ്ഥാനം കാണാൻ സാധിക്കും. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത് അദ്ദേഹമാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. രണ്ടാമനാണ് ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹം അടങ്ങിയിരിക്കുന്നത് മാഹി കുഞ്ഞിപ്പള്ളിയിലാണ്. അള്ളാഹുവിനൊക്കെ പോകാൻ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാനിതൊക്കെ പറയുന്നതിനാ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ ഇന്നും മഗ്‌രിബിന് ശേഷവും ഇശാ കഴിഞ്ഞൊക്കെ മൗലിദ് ഓതി വരുന്നവരുണ്ട്. എന്താണ് ഈ മാൻകൂസ് മൗലിദ്? ഈ സംഭവത്തെ കുറിച്ച് നമുക്കൊരു ബാലപാഠം അറിയില്ല. ഇത് പറയാതെ എന്നെ സംബന്ധിച്ച് പോകാം, പക്ഷെ പറയാതെ പോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം ബിദ്അത്തിന്റെ ആളുകൾ എന്തെങ്കിലുമൊക്കെ വാറോലകൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ വെച്ചിട്ട്, ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചതാകുന്ന അറിവ് വെച്ചിട്ട് അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ സുന്നികളാകെ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങൾ തന്നെ ഇതൊക്കെ തെറ്റാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ശക്തമായി ഉലമാക്കൾ ഇത് പറയാൻ തീരുമാനിച്ചത്. എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഖുർആനിലും ഹദീസിലുള്ള വിഷയങ്ങളല്ലേ, വ്യക്തമായ തെളിവ് ആയത്തുകളും ഹദീസുകളും ഓതി തന്നെയല്ലേ പറയുന്നത്, അല്ലാതെ വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയല്ല. സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന ആ മൗലിദിനെ, ഗസ്സാലി ഇമാമിന്റെ മൗലിദിനെ ചുരുക്കി എഴുതിയതാണ് ഏത്? മൻകൂസ് മൗലിദ്, ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ് അതിന്റെ അർത്ഥം. ആരാ എഴുതിയത്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ കിടപ്പുണ്ട്, പൊന്നാനിയിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ അവിടെയാണ്. വലിയ അമേരിക്കയിലൊന്നും പോകണ്ട, അവിടെ ഉള്ള ആളാണ്. അതിനാണ് ഈ പറഞ്ഞത്. ഹിജ്റ 927-ലാണ് അവിടുന്ന് വഫാത്തായത്. 821-ലാണ് അവിടുന്ന് ജനിച്ചത്. ശവ്വാൽ 12-നാണ് അവിടുത്തെ ജനനം. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ രചിക്കാൻ കാരണം പൊന്നാനി ദേശക്കാർക്ക് മാരകമാകുന്ന രോഗം ബാധിച്ചു അക്കാലയളവിൽ. അന്ന് ബഹുമാനപ്പെട്ടവർ ഈ സുബ്ഹാന മൗലിദ് എന്ന ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മൗലിദ്, വലിയ മൗലിദ്, അത് ചുരുക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് എന്നറിയപ്പെടുന്ന വലിയ ഗ്രന്ഥം ശാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥമാണ്. 10 വാല്യങ്ങളാണ് അതിലുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജ് എന്ന് പറയുന്ന മഹനീയമായ ഗ്രന്ഥം വിശദീകരിച്ച് എഴുതിയതാകുന്ന മഹാനുഭാവനാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. മക്കയിലെ വലിയ മുദരിസായിരുന്നു, വലിയ ആലിമാണ്, തഖിയാണ്, നഖിയാണ്, സൂഫി വര്യനാണ്, വിലായത്ത് എത്തിച്ച വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ടവർ കേരളത്തിലേക്ക് വന്നു. തന്റെ ശിഷ്യനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. അപ്പോ ഉസ്താദിനെ അദ്ദേഹം ഈ മൗലിദ് കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞാൻ എഴുതിയ മൗലിദാന്ന് പറഞ്ഞ് മൗലിദ് കാണിക്കുകയാണ്. അപ്പൊ ഉസ്താദ് അത് മുഴുവൻ വായിച്ചു നോക്കി. മാഷാ അല്ലാഹ്, ഇത് സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തമാണല്ലോ ഗസ്സാലി ഇമാമിന്റെ. അതെ, ഉസ്താദ് ഒരു ദുആ ചെയ്തു തരണം. അതിന് ബഹുമാനപ്പെട്ടവർ എഴുതി കൊടുത്ത ദുആ ആണ് അതിന്റെ ലാസ്റ്റുള്ള ദുആ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة لا سيما بعد الممات. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ആ നാട്ടിലുള്ള വിപത്തുകൾ നീങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ അദ്ദേഹമാണ് മൻകൂസ് മൗലിദിന്റെ അവസാനത്തിൽ ദുആ ചേർത്ത് വെച്ചത്. അദ്ദേഹം ആരാ? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉസ്താദാണ്. മക്കയിൽ അക്കാലഘട്ടത്തിലെ പ്രമുഖ മുദരിസ്.